മന്തിയുടെയും ബിരിയാണിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ട് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ എണ്ണ തയ്യാറാക്കിയെടുക്കണേ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 10 അല്ലി ചെറിയുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുറഞ്ഞ് ചേരുവ മതി കേട്ടോ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് ഒരു 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തത്. കാശ്മീരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ അതൊരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, കുരു ഇല്ലാത്ത പുളിയും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വറ്റൽമുളകൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം, എന്നാൽ ആ ഒരു ചമ്മന്തിക്ക് അതിൻ്റെയൊക്കെ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈത്തപ്പഴം. ഈത്തപ്പഴം ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇതാണ് ഈ ഒരു ചമ്മന്തിക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് ഈത്തപ്പഴത്തിൽ നിന്നാണ് കേട്ടോ. നല്ല പഴുത്ത 5 ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്ത ശേഷം ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടേണ്ട കേട്ടോ. മധുരമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് അങ്ങ് കൂടേണ്ട, കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണോ ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യം നമ്മൾ വറ്റൽമുളക് എടുത്തപ്പോൾ നോർമൽ മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കാശ്മീരി മുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കാശ്മീരി മുളകിൻ്റെ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതുപോലെ നല്ല തിക്കായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അരക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും മധുരവും ഒക്കെയുള്ള അടിപൊളി ചമ്മന്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.